അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ 1 ഇയർ ബേബിക്ക് ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സിൻ്റെ സ്കേർട്ടും ടോപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഡ്രസ്സ്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നവരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഞാൻ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് കേട്ടോ ഡ്രസ്സ്. ഇതൊരു കളർ എനിക്ക് പറഞ്ഞു തന്നിട്ട് മോഡലും പറഞ്ഞു തന്നിട്ട് ഞാൻ അതുപോലെ മെറ്റീരിയൽസ് എടുത്തിട്ട് ഞാൻ തന്നെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് ചെയ്തിട്ടുള്ളത് നെറ്റിൽ ത്രെഡ് വർക്ക് വരുന്ന മെറ്റീരിയൽ എടുത്തിട്ടാണ് ടോപ്പ് ചെയ്തിട്ടുള്ളത്. ബാക്കിലാണ് കേട്ടോ ഓപ്പൺ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ അതിൻ്റെ ആ ഒരു ലെയേഴ്സ് പ്ലെയിൻ നെറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ സ്കേർട്ട് ഉള്ളിൽ ലൈനിങ് ഒക്കെ കൊടുത്തിട്ട് പ്ലീറ്റഡ് സ്കേർട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേസ്റ്റിൽ ഹുക്കാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 1 ഇയർ ബേബിയുടെ മെഷർമെൻറ്റിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റൊക്കെ അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ കണ്ണൂർക്കാണ് കേട്ടോ എനിക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിത് കൊറിയർ ചെയ്ത് കൊടുത്തു. അവരുടെ കയ്യിൽ കിട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല, മാഷാ അല്ലാ. ഇപ്പോൾ എനിക്ക് ഓണത്തിൻ്റെ സീസണാണല്ലോ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇടാനായിട്ട് കുറച്ച് ലേറ്റ് ആയതാണ് കേട്ടോ. ഇത് അവരുടെ കയ്യിൽ കിട്ടിയിട്ട് ഒരു 5-6 ദിവസമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റത്തെ ഡ്രസ്സ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഡ്രസ്സ് കേട്ടോ. അപ്പോൾ ഇത് സെയിം മെഷർമെൻറ്റിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ബ്രൊക്കേഡിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടാണ് ഇതിൻ്റെ സ്കേർട്ടും ടോപ്പും ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് സ്ലീവ്ലെസ് ആയിട്ട് ബാക്കിൽ ഇതുപോലെ ആ ഒരു നെക്കിൻ്റെ അവിടെ നിന്ന് ഓപ്പണാണ്. പിന്നെ അടിഭാഗത്തേക്കായിട്ട് ഇതുപോലെ ഇങ്ങനെ ഹോൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ക്രേപ്പിൻ്റെ ലൈനിങ്ങാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അടിയിൽ ഇതുപോലെ വള്ളിയും ഹാങ്ങിങ്സും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മോഡൽ അവർ അയച്ചു തന്നത് തന്നെയാണ്, എനിക്ക് വാട്സപ്പ് ചെയ്ത് തന്നതാണ്. അപ്പോൾ അതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. കളറും അതേ അവർ സെലക്ട് ചെയ്തതാണ്. പിന്നെ ഇതിൻ്റെ സ്കേർട്ട് ഹാങ്ങിങ്സും വള്ളിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും ഇതിന് വള്ളി ഇട്ടിട്ട് ഉള്ളിൽ കൂടെ ഇടുന്ന മോഡലാണ്. പക്ഷേ ഇത് ചെറിയ സ്കേർട്ട് ആയതുകൊണ്ട് ഹുക്ക് തന്നെ വേണമല്ലോ ചെറിയ കുട്ടിക്കായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇങ്ങനെ വെറുതെ സ്റ്റിച്ച് ചെയ്തിട്ട് ആ വള്ളി അവിടെ ഇങ്ങനെ പിടിപ്പിച്ച് കൊടുത്തിട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഡ്രസ്സ് അവർക്ക് ഓണത്തിന് വേണ്ടിയിട്ടായിരുന്നു തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ തന്നെ അവർ ഓർഡർ തന്നുകൊണ്ട് ഓണത്തിൻ്റെ ആ ഒരു തിരക്കാവുന്നതിന് മുന്നേ തന്നെ ഞാൻ വർക്കുകളൊക്കെ വന്ന് തിരക്കാവുമല്ലോ. അപ്പോൾ അതിന് മുന്നേ തന്നെ ഇത് അവർക്ക് കൊറിയർ ചെയ്ത് കൊടുത്തു കേട്ടോ വർക്ക് തീർത്തിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരുടെ കയ്യിൽ നേരത്തെ എത്തുകയും ചെയ്ത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇപ്പോൾ ഇത് ഞാൻ പാക്ക് ചെയ്യണമാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കിതുപോലെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കെയർ ഓഫിലും ലോങ് ആയിട്ടുള്ള ഓർഡേഴ്സൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ വാട്സപ്പിൽ കളേഴ്സും മോഡൽസൊക്കെ സെലക്ട് ചെയ്തിട്ട് അയച്ചു തന്നാൽ ഒരു മെറ്റീരിയൽസും ചിലവരൊക്കെ പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ മെറ്റീരിയൽസ് ഏതാ വേണ്ടതെന്ന് പറഞ്ഞു തരുമൊക്കെ ചെയ്യുമ്പോൾ അതുപോലെ പോയിട്ട് ഞാൻ മെറ്റീരിയൽസ് എടുത്തിട്ട് ചെയ്തിട്ട് കൊറിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ലോങ്ങിൽക്കൊക്കെ ആകുമ്പോൾ കൊറിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ വർക്കുകളും അങ്ങനെ കിട്ടുന്ന വർക്കുകളും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ തന്നെ അത്യാവശ്യത്തിന് അടുത്തുനിന്നും ഒക്കെ ആയിട്ട് കൊടുന്ന് തന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം, അങ്ങനെയും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുതന്നെ ഉണ്ട് അത്യാവശ്യത്തിലേറെ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഓണം സീസണാണല്ലോ, അതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റിച്ച് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സ് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു.